എക്സ് 19 എവിടെ? എക്സ് എവിടെയാ? എക്സ് എവിടെ? നമ്പർ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. ഇതൊരു സ്ക്രീനാണ്. സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോറും. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ഫേസിലാണ് പോകുന്നത്. പല പല കാര്യങ്ങളും ഈ സംഭവമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ഹലോ, ഒരു സിനിമ ഇറങ്ങി, അത് റിലീസായി, അത് ഹിറ്റായി. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാഭത്തിൽ നിന്ന് പൈസ എടുത്തിട്ടൊരു തിയേറ്റർ ആരംഭിക്കുന്നു. കൊച്ചിയിലെ കവിത തിയേറ്ററിനെ പറ്റി ഞാൻ പറഞ്ഞത് 1960കളുടെ ഏകദേശം അവസാനത്തോടു കൂടിയാണ് ഈ തിയേറ്റർ ആരംഭിക്കുന്നത്. അന്ന് 1165 സീറ്റുകൾക്ക് മുകളിലുണ്ടായിരുന്നു. അത് കുറഞ്ഞു 1130 അല്ലെങ്കിൽ 1135 സീറ്റൊക്കെ ഉള്ളൂ. പണ്ട് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങൾ കൊച്ചി വന്ന ഒരു സമയത്തൊക്കെ അവിടെ പോയിട്ടുണ്ട്. അന്ന് അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയാവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും പുതിയ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഫാൻസ് അവിടെ പോയിട്ട് തകർത്തു വരും. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒക്കെ അന്ന് പോയിട്ടില്ല, ഇപ്പോൾ പോകുന്നുണ്ട്. ഇന്ന് ദൃശ്യം സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ അവിടെ പോയി കാണാൻ പോകുന്നത്. സോ നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, എന്താണ് ഒക്കെ നമ്മൾ പോയിട്ട് നേരിട്ട് പോയി നോക്കാം. ഓക്കെ, കുറേ പണ്ട് വന്നതാണ് കാണണം തിയേറ്റർ. ഇപ്പം ഇവിടെ വന്നിട്ട് എത്ര നാളായെന്നറിയോ. അങ്ങോട്ടേക്ക് എന്തോ വണ്ടി വന്നത്. ഞാൻ കുറച്ച് മുൻപിൽ പുറകിലിറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് നടന്നു വരിക ചെയ്തത്. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് സിനിമയ്ക്ക് കയറാൻ. എന്നാലും ഞാൻ ഇച്ചിരി നേരത്തെ വണ്ടി ഷെഡ്യൂൾ ചെയ്തിട്ട് ഇങ്ങോട്ട് പോണതാണ്. സിനിമയ്ക്ക് വന്ന ആൾക്കാരെ തോന്നുന്നു വണ്ടിക്കകത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ടോ. ഇതാണ് കവിത തിയേറ്റർ. കവിത തിയേറ്ററിനെ കണ്ടില്ല എന്നാലും പറയരുത് കേട്ടോ. പിന്നെ ഞാൻ വേണമെങ്കിൽ 1-2 ഫോട്ടോസൊക്കെ വലിച്ച് ആഡ് ചെയ്യാം. ഇവിടേക്ക് ഇതുകൂടെ തോന്നുന്നു എൻട്രി. അവരെപ്പം കൂടെ പോകണേ അറിയില്ല. ഇതാണ് എൻട്രി എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെയും ദൃശ്യങ്ങളും വന്നേക്കുന്ന ആൾക്കാരുടെ തിരക്കാണ്. ഇതൊന്നുമല്ല, തിയേറ്ററിനകത്ത് വന്നോളമായിരിക്കും. അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ കണ്ട് ദൃശ്യം കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരൊരു തിരക്കോളമൊക്കെ ഉണ്ട്. ഐ തിങ്ക് ഇതൊരു സ്ക്രീനാണ്. ഈ കാണുന്നൊരു സ്ക്രീനാണെന്ന് തോന്നുന്നു. ഇനി മുകളിലേക്കോ താഴേക്കോ സ്ക്രീൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളുടെ എൻട്രി എവിടെയെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. ഇതൊരു സ്ക്രീനാണ്. സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോറും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ഒരു ഡോറ്. ഈ ഡോറിൽ കൂടെ നമുക്ക് കയറാം. ഒറ്റ സ്ക്രീനേ ഉള്ളൂ, പക്ഷേ 2 ഡോറുണ്ട്. അതിന് കാരണം തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് അങ്ങനെ. നമ്മുടെയൊക്കെ സ്വന്തം ലാലേട്ടനുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹരത്തിലാട്ടോ.
അതിശയോക്തി തന്നെയായിരിക്കും. പക്ഷെ നോക്ക്, പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേയും കൂടെ അല്ലേ ഇന്നിവിടെ, കേക്ക് കട്ടിങ്ങും ഉണ്ട്. പക്ഷെ നമുക്കത് കാണാൻ നിൽക്കാൻ പറ്റില്ല, നമുക്ക് സിനിമയുണ്ടല്ലോ ഷോ. ഈ തിരക്കിനുണ്ട് ഞാൻ കൊണ്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കാണാൻ പറ്റില്ല. കാണണം, കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കതിന് പറ്റില്ല. ഈ തിരക്കിനിടയ്ക്ക് എങ്ങനെ പോകാനാ? ഇതൊന്നും അല്ല, പുറത്ത് ഇതിലും കൂടുതൽ തിരക്കാം. എക്സ് 19 എവിടെ? എക്സ് എവിടെയാ? എക്സ് എവിടെ? നമ്പർ ഇതാണോ എക്സ്? മണ്ട ഇതാണ് പി. പി എക്സ് എവിടെയാ? ഈ എക്സ് എവിടെയാ? എക്സ് 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 ഇതാണോ ഇത്? അത് പത്തൊമ്പത്. ഇത് 19 അല്ലേ ബ്രോ? ആ, ഇതാണ് 19. ഓക്കെ, സെറ്റ്. താങ്ക് യു. ഇതാണ് തിയേറ്റർ കേട്ടോ. പിന്നെ ഫോട്ടോ ആഡ് ചെയ്യാം. ഇപ്പൊ ഒന്നും കാണുന്നില്ല. അവിടെ മുകളില് ബാൽക്കണി ഉണ്ട് കേട്ടോ. അത് ബാൽക്കണിയാണേ. താഴെ നമ്മൾക്കുള്ളത് ആണ് സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ദൃശ്യം ഫ്രാഞ്ചൈസി, അതായത് ദൃശ്യം 1, 2. ഒന്നാമത്തെ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ ലുലു മാളിൽ പോയിട്ടാണ് കണ്ടത്. രണ്ടാമത്തെ ഇത് ആമസോൺ പ്രൈമിൽ ആണല്ലോ റിലീസ് ചെയ്തത്. അപ്പോൾ ഞാനും അച്ഛനും കൂടി ഇരുന്നിട്ട് ഐപാഡിലായിരുന്നു കണ്ടത്. അമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ ഒന്നാമത്തെ സിനിമയായാലും രണ്ടാമത്തെ സിനിമയായാലും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. മീൻസ് നമ്മൾ ഒരു ത്രില്ലിങ് ആയിരുന്നു. നമ്മൾ ഇനി എന്ത് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് എലമെൻറ്റ് അങ്ങനെ നിന്നിരുന്നു. ഒരു സ്ലോ ഫേസ് ആയിരുന്നില്ല. അതിങ്ങനെ ഇപ്പം ദൃശ്യം 1 എല്ലാവരും കണ്ട സിനിമയാണല്ലോ. ഷാജോണും മോഹൻലാലും നമ്മളുടെ ഒരു ചെറിയൊരു ഒരസൽ നമുക്ക് കാണാം. അപ്പോഴേ നമുക്കറിയാം ഇവരെന്തോ ഒപ്പിക്കുന്നുണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ വരുണിൻ്റെ മിസ്സിങ് അങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നപ്പോൾ ഈ ഷാജോൺ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും ഒരുമാതിരി നോട്ടവും ഇതൊക്കെ നമുക്കിങ്ങനെ കാണാം അല്ലേ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ദൃശ്യം 2 വന്നു. ദൃശ്യം 2-ലാണെങ്കിലും നമുക്കൊരു സസ്പെൻസ് എലമെൻറ്റ് അങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. പുതിയൊരു അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു. IG ഗീതാ പ്രഭാകർ വരുന്നു, മറ്റേ എന്താ പറയുക, സിദ്ദിഖ് വരുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു ജഗപുക. ഫസ്റ്റ് ടു ലാസ്റ്റ് നമുക്കൊരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ആ കോർട്ട് സീനൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ വണ്ടറടിച്ചിരിക്കും. ജിത്തു ജോസഫിൻ്റെ മാജിക്കാണ്. ബട്ട് വാട്ട് ഹാപ്പൻ ടു യു സർ? വാട്ട് ഹാപ്പൻ ടു യു? എന്ത് പറ്റി സാറിന്? ഒരു ദൃശ്യം ഫ്രാഞ്ചൈസ് ഇതുവരെയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതൊന്നിനും കൊള്ളില്ല എന്ന് പറയേണ്ടി വരും. സീരിയസ്ലി ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്ക് ഈ സിനിമ തന്നെ. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ഫേസിലാണ് പോകുന്നത്. പല കാര്യങ്ങളും ഈ സംഭവമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലും രണ്ടാമത്തെ ഭാഗത്തിലും കിട്ടിയ ഒരു കിക്ക് അല്ലെങ്കിൽ ആ ഒരു ത്രിൽ എലമെൻ്റ്, ഒരു സസ്പെൻസ് എലമെൻ്റ് ഇവിടെ ഇല്ല. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, സാരില്ല. ഞാനത് കമ്പയർ ചെയ്യുന്നതല്ല, ഞാൻ പറയുന്നതാണ്. സാരില്ല. സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു വലിയ പ്രതീക്ഷ തരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. നോ, ക്ലൈമാക്സ് അടുപ്പിച്ചുള്ളൊരു 20-25 മിനിറ്റ്സ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നമ്മൾ എൻഗേജ് ആയിട്ട് അങ്ങനെ ഇരിക്കും. ഒരു ത്രില്ലിങ് മൊമെൻ്റ് ഒക്കെ വരും. അവിടെയും ക്ലൈമാക്സിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വെച്ചാൽ ഓക്കെ, ക്ലൈമാക്സ് ഇപ്പോൾ എങ്ങനെ വേണം, ഏത് രീതി പോകണം എന്നുള്ളത് എഴുത്തുകാരൻ്റെ ഇഷ്ടമാണ്. ഇറ്റ്സ് ഫൈൻ, അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും പോക്കോട്ടെ. പക്ഷേ അതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇനി ക്ലൈമാക്സിൻ്റെ കാര്യം പോട്ടെ, ബാക്കി എൻറ്റയർ സിനിമ നോക്കിയാലും ഒരു സ്ലോ ഫേസിലാണ് പോകുന്നത്.
ഈ സംഭവവുമായിട്ട് കണക്ട് ചെയ്തൊരു കഥാപാത്രം ഇതിൽ വരുന്നുണ്ട്. വീണ നന്ദകുമാറിൻ്റെ ഒരു കഥാപാത്രം. ആള് ഒരു ലീഡിലേക്ക് ഇങ്ങനെ വന്നു, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ലീഡിലേക്ക് വന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ വ്യക്തിയെ കാണുന്നേ ഇല്ല. ആശ ശരത്ത് ഒന്നുമില്ല. പുള്ളിക്കാരി ഇടയ്ക്ക് എപ്പോഴും ഒന്ന് വന്നു പോകുന്നു, ലാസ്റ്റും വരുന്നു. അല്ലാതെ ആശ ശരത്ത് ഇതിനകത്തില്ല. എന്തിനാണ് ആശ ശരത്തിനെ കൊണ്ടുവന്നത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം പുള്ളിക്കാരിക്ക് ഒരു ഡയലോഗോ ഒന്നുമില്ല. ഒറ്റൊരു ഡയലോഗുണ്ട്, അത് പക്ഷേ ഇവിടെ പറഞ്ഞാൽ സ്പോയിലായിപ്പോവും. അപ്പം അങ്ങനെയൊക്കെ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസി ഇതുവരെ കണ്ടതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എന്തായാലും ഈ സിനിമയിൽ മോഹൻലാൽ തന്നെ പറയുന്നൊരു ഡയലോഗുണ്ട് ഏറ്റവും ലാസ്റ്റ്. അത്ര വലിയ സ്പോയിലർട്ടൊന്നുമല്ല, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോണം എന്ന് പറയുന്നത്. ബാക്കി ഞാൻ പറഞ്ഞില്ല, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോണം. എനിക്കും അത്രേ പറയാനുള്ളൂ. ദൃശ്യം 1ഉം 2ഉം വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതും കൊണ്ട് നിർത്തിയിരുന്നെങ്കിലും ഇറ്റ്സ് ഫൈൻ. 3ലേക്ക് പോകണ്ടായിരുന്നു. ഒരു പക്ഷെ പോയിരുന്നെങ്കിലും ഇതിങ്ങനെ ആവണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള പല കഥകളും ഒന്നും കൂടി ഇന്ന് പൊലിപ്പിച്ച്, അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനലൊക്കെ എടുത്തിട്ടുള്ള കഥകൾ ഒന്നും കൂടി ഇന്ന് പൊലിപ്പിച്ച് ചെയ്തു. പക്ഷെ അത് എവിടെ എത്തിയില്ല. വർക്കായ പലരും ഉണ്ടാവുമായിരിക്കാം, പക്ഷെ പേഴ്സണലി എനിക്കത് ഒരു വർക്കായില്ല. ദാറ്റ്സ് ഇറ്റ്. ആണ് കവിത തിയേറ്ററിലെ വിശേഷം. കവിത തിയേറ്ററിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി എപ്പോഴും വരുന്ന തിയേറ്ററാണ്. ഇന്ന് അവിടെ ഡ്രംസും ബഹളമൊക്കെ ഉണ്ട്. പക്ഷെ ആ തിരക്കിനിടയിൽ നിങ്ങൾ തന്നെ കണ്ടതല്ലേ, എന്നാ തിരക്കായിരുന്നു. അത് പോയി കവർ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ ഇടിയായിരുന്നു അവിടെ. അവിടെയാണ് FTFSൻ്റെ. പക്ഷേ തിയേറ്ററിലെ സീറ്റൊന്നും തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ. പേഴ്സണലി ഞാൻ ഇരുന്നത്, ഇനി അതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇച്ചിരി ഫ്രണ്ടിലാണ് പോയിരുന്നത്, എനിക്ക് അവിടെ സീറ്റ് കിട്ടിയത്. സോ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇരുന്ന റോ, ഞാൻ എക്സ് റോയിലായിരുന്നത്. ആ റോ ഒട്ടും, അല്ലെങ്കിൽ ആ ഒരു സീറ്റ് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. പക്ഷേ ഞാനിങ്ങനെ ബാക്കോട്ടേക്ക് നടന്ന് വന്നപ്പം സീറ്റിലൊക്കെ ഒന്ന് നോക്കിയിരുന്നു. സീറ്റിലിരുന്ന് നോക്കിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നമ്മൾ അറിയാലോ, കാണുമ്പോഴും അതിൽ ടച്ച് ചെയ്യുമ്പോഴും നമുക്കറിയാലോ. അങ്ങനെയൊക്കെ നോക്കിയപ്പം നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ബാക്കിലേക്കുള്ളത്, ഇനി ഫ്രണ്ടിലേക്കുള്ള റോസാണോ അവർ ശരിയാക്കാത്തതെന്ന് എനിക്കറിയില്ല. എക്സ് റോ അത്ര ഒരു പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് അത് നമുക്ക് ആ ഒരു സുഖം കിട്ടിയില്ല. പിന്നെ സൗണ്ട് നല്ലൊരു സൗണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര മുഴക്കം ഫീൽ ചെയ്തു. തിയേറ്ററിന് ചുറ്റും ഒരു മുഴക്കം ഫീൽ ചെയ്തായിരുന്നു എനിക്ക്. ഇപ്പോഴത്തെ നമ്മൾ സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ അടി പട്ടക്ക് നടിക്കുമ്പോൾ ദിപ്പട്ട പോലെ നടിക്കും. ആ ഡോൾബി സ്പീക്കേഴ്സിൻ്റെ ഒരു മികവാണത്. ഇവിടെ അതില്ല. അതിപ്പോൾ ഇത്രയും വലിയ തിയേറ്ററല്ലേ, ആരും കുറ്റം പറയുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു നൊസ്റ്റാൾജിയാണ്. മോഹൻലാലിലേക്ക് ഓരോ ഡയലോഗ് വരുമ്പോഴും, മോഹൻലാലിൻ്റെ ഓരോരോ ഈ സീൻസ് വരുമ്പോഴും പലപ്പോഴും ഇങ്ങനെ ഗൂസ് ബംസ് വരുന്ന പോലെ ആൾക്കാർ ഭയങ്കര കാറിലും കൂവലും, അതൊരു എക്സ്പീരിയൻസാണ്. അങ്ങനെ സോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പഴയൊരു നൊസ്റ്റാൾജിയിലേക്ക് പോകാൻ പറ്റി. പണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ പോയൊരു ഓർമ്മയുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ബാൽക്കണിയിലാണ് പോയിരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ പോയിരുന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല. പണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ എന്ന് ഓർക്കുന്നില്ല. ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും അന്നൊക്കെ ബാൽക്കണിയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ പോയിരിക്കുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് നാളത്തെ വീട്ടിൽ കാണാം. ഇന്നിപ്പോൾ എന്തായാലും മോഹൻലാലിനെ പോയി കാണാൻ പറ്റി. അതൊരു ഭയങ്കര ലക്കാണ്. എനിക്ക് മിന്നായം പോലെ കാണാൻ പറ്റുള്ളൂ. നേരിട്ട് പോയി കാണണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ കണ്ടതല്ലേ, എന്നെ ഇടിയായിരുന്നു. അതിനിടയ്ക്ക് വല്ലതും പറ്റുമോ? പിന്നെ ഈ കാലും വെച്ചുകൊണ്ട് അത്ര നേരം നിന്ന് എങ്ങനെ എനിക്കറിയില്ല. എന്നാ വേദനയായിരുന്നറിയോ? അവസാനം ആ കസാരപ്പെട്ടിരിക്കുമായിരുന്നു ഞാൻ. എനിക്ക് ഈ കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കാനും ഭയങ്കര പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ നമുക്ക് നാളത്തെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ.